മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 22-ാം അധ്യായം 5-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 22 വേഴ്സ് 5. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പൊയ്ക്കളഞ്ഞു. അഭികാമ്യമായി തോന്നുന്ന പലതിൽ നിന്ന് ഏറ്റവും ഉത്തമമായി തിരഞ്ഞെടുക്കുവാൻ കഴിവുള്ളവർക്ക് മാത്രമേ കാര്യമായി എന്തെങ്കിലും ജീവിതത്തിൽ നേടുവാൻ സാധിക്കൂ. നല്ലതെന്ന് തോന്നുന്ന പലതിൽ നിന്നും നമുക്ക് വേണ്ടത് എന്തെന്ന് തിരഞ്ഞെടുക്കാനുള്ള കഴിവാണ് ഉണ്ടായിരിക്കുന്നത്. കർത്താവ് പറഞ്ഞ ഉപമയിൽ ഒരു രാജാവ് ചിലരെ വിരുന്നിന് ക്ഷണിച്ചു. വരാമെന്ന് എല്ലാവരും സമ്മതിച്ചെങ്കിലും തക്ക സമയമായപ്പോൾ ഓരോരുത്തരും ഓരോ ഒഴികഴിവ് പറഞ്ഞ് മാറി. ഒരാൾ കാളയെ വാങ്ങിയെന്നും, മറ്റൊരാൾ കൃഷിഭൂമിയിൽ പോകണമെന്നും, മറ്റൊരാൾ വിവാഹം കഴിച്ചതിനാൽ വരുവാൻ അസാധ്യമാണെന്നും പറഞ്ഞു. ക്ഷണം നിരസിച്ചു. അവർ ചെയ്തത് അതിൽ തന്നെ തെറ്റല്ല. രാജാവിന്റെ അതിഥിയാകുന്ന പദവിയെ അവഗണിച്ചാണ് താരതമ്യേന അപ്രധാനങ്ങളായ കാര്യങ്ങൾക്കായി അവർ പോയത്. അതായിരുന്നു അവരുടെ തെറ്റ്. പല നല്ല കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമമായത് എന്തെന്ന് നിശ്ചയിക്കുവാൻ നമുക്ക് സാധിക്കും. അതാണ് വലിയ വിജയരഹസ്യം. നാം അപ്രധാനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രധാനമായവയെ അവഗണിക്കരുത്. മരാമൺ മഹായോഗത്തിൽ അമ്മയോടുകൂടെ കൊച്ചുമകനും പോയി. അവിടെ കേട്ട ഗഹനമായ പ്രസംഗങ്ങളൊന്നും ശ്രദ്ധിക്കാതെ മണലിൽ കുഴികൾ ഉണ്ടാക്കി കളിച്ചതിനു ശേഷം ആ ബാലൻ മടങ്ങിപ്പോന്നു. നമ്മിൽ പലരുടെയും ഗതി ഇതാണ്. ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന സമയം ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയില്ല. അതിനിടവരാതെ ദൈവത്തിന്റെ ആ തെരഞ്ഞെടുപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിന് നമ്മൾ സമയം കണ്ടെത്തുകയാണ് ആവശ്യം. അവിടെ കുറവുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുവാൻ, നന്മയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മളോട് ഇന്ന് ആവശ്യപ്പെടുകയാണ്. നമ്മൾ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ട്. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.